ഇവര് ഷൂട്ട് ചെയ്യുന്ന ഓരോ സീനിന്റെയും ബ്രേക്ക് ഡൗൺസ് ഒക്കെ ഭയങ്കര രസമായിട്ട് ഞാൻ വേറെ പ്രൊഡക്ഷനുകളിൽ കാണാത്ത സ്റ്റൈലിലായിരുന്നു ഇവരുടെ പരിപാടി. ഇവര് കൃത്യമായിട്ട് വരച്ച് ലൈറ്റ് എവിടെ വേണം എന്നൊക്കെയുള്ള പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു കൃത്യം വർക്ക് ഫ്ലോ ഉണ്ടായിരുന്നു. ആം, എനിക്ക് തോന്നുന്നു അതിന്റെയൊക്കെ ഔട്ട്പുട്ടാണ് കാണുന്നത്. ഭയങ്കര അപ്രിസിയേഷൻ ആണ് കേട്ടോ. പിന്നെ പുള്ളിയുടെ മാനറിസംസ്, ഇപ്പൊ അതിലൊരു മറ്റേ ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു സീനുണ്ട് ഡൈനിങ് ടേബിളിന്റെ അവിടെ. ഏഹ്, ഒന്നുമില്ല, പുള്ളി ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ പുള്ളി ചെയർ വെച്ചിട്ട് പുള്ളി രണ്ട് ചെയറിലേക്കും നോക്കിയിട്ട് അതിന്റെ ഡിസ്റ്റൻസ് കറക്റ്റ് ചെയ്തിട്ടൊക്കെ വെക്കുന്ന ഒരു സംഗതിയുണ്ട്. അതൊന്നും പറഞ്ഞിട്ടല്ലാന്ന് എനിക്ക് തോന്നുന്നു, പുള്ളിയുടെ ആ ക്യാരക്ടർ എക്സ്പീരിയൻസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നമ്മുടെ കൂടെ എഡിറ്റർ സൂരജ് എസ് ഉണ്ട്. അദ്ദേഹം കക്ഷ്യാമണിപ്പിള്ളയിലും ഈ ടീമിന്റെ ഒപ്പം ഉണ്ടായിരുന്നായിരുന്നു. ദിൻജിത് അയ്യത്താന്റെയും ആസിഫ് അലി, രാഹുൽ. അപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്തതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന വിചാരിക്കും. മാത്രമല്ല ഈ ഫിലിമിന്റെ എഡിറ്റിംഗ് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചാൽ വെൽക്കം സൂരജ്. ഓക്കെ. ഇൻട്രസ്റ്റിംഗ്ലി ഈ സിനിമ സാധാരണ ഒരു ത്രില്ലർ പോലെ നമ്മളെ പിടിച്ചിരുത്തി പേസിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ അങ്ങനെ പോയി ബീറ്റിന്റെ ഒപ്പം പോയി അങ്ങനെ രീതിയിലല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്ററിന്റെ പ്രാധാന്യം വളരെ അധികമുണ്ട് തോന്നി. പക്ഷെ എവിടേക്കാണ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി കാണേണ്ടി വരും. അത് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. സൂരജിന് കിട്ടിയ ഇൻപുട്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്, ഓഫ് കോഴ്സ് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഇങ്ങനെയൊക്കെ ആയിരിക്കണം എഡിറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ ശരിക്കും എനിക്ക് തോന്നുന്നു 2022 മുതല് ഇതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ തുടങ്ങിയിരുന്നു. അതായത് ബാഹുലിന്റെ ഒരു എഴുത്ത് കഴിഞ്ഞതിന് ശേഷം സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് എന്നുള്ള രീതിയിൽ കുറച്ചധികം കാലം അതിലിരുന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2021 അവസാനം 2022 കോവിഡ് സമയത്ത് ബാഹുൽ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അത് ആ സമയത്ത് നടന്നില്ല. ആ കോവിഡ് സമയത്ത് ചെയ്യേണ്ടതായിരുന്നു. ആ സമയത്ത് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഇതിന്റെ ഒരു ഏകദേശം എഴുതി കഴിഞ്ഞപ്പോൾ തൊട്ടിരുന്ന് തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് ഇതാണെന്ന് തോന്നുന്നു. കാരണം ഓരോ തവണ ബാഹുല് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഗൂഗിൾ മീറ്റിൽ ഷെയർ ചെയ്യും. അപ്പൊ നമുക്ക് അതിൽ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ മൂന്ന് പേരും മൂന്ന് സ്ഥലത്താണ്. ബാഹുല് ഒരു സ്ഥലത്ത്, ദിഞ്ചിത്ത് ഒരു സ്ഥലത്ത്, ഞാനിവിടെ. അങ്ങനെ ഇരുന്ന് കുറെ തവണ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഒന്ന് ട്രിം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ട്രിം ചെയ്തു. ഷൂട്ടിന് മുന്നേ ഈ പറഞ്ഞ പോലെ ഒന്നുകൂടി ട്രിം ചെയ്ത് ചെറുതാക്കി ചില സീനുകളൊക്കെ കമ്പൈൻഡ് ആക്കി. പിന്നെ അതിൽ നിന്ന് പോയ ചില സീൻസ് ഷൂട്ട് സമയത്തൊക്കെ ആഡ് ഓൺ ചെയ്തത് ഏതാന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഇന്നലെ റിലീസ് ചെയ്തിട്ടല്ലേ. അപ്രോച്ച് ഇന്നതുപോലെ ആയിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. രഞ്ജിത്തിനും ബാഹുലിനും വളരെ കൃത്യമായിട്ട് ധാരണ. എനിക്ക് ഇവരുടെ വർക്ക് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ അക്ഷയമ്മണി പിള്ള കാണാൻ മീൻസ് അതിന്റെ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് സെഷനിൽ ചെല്ലുമ്പോഴും ഇവര് ഷൂട്ട് ചെയ്യുന്ന ഓരോ സീനിന്റെയും ബ്രേക്ക് ഡൗൺസ് ഒക്കെ ഭയങ്കര രസമായിട്ട് ഞാൻ വേറെ പ്രൊഡക്ഷനുകളിൽ കാണാത്ത സ്റ്റൈലിലായിരുന്നു ഇവരുടെ പരിപാടി. ഇവര് കൃത്യമായിട്ട് വരച്ച് ലൈറ്റ് എവിടെ വേണം എന്നൊക്കെയുള്ള പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു കൃത്യം വർക്ക് ഫ്ലോ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെയൊക്കെ ഔട്ട്പുട്ടാണ് കാണുന്നത്. സാധാരണ ഒരു സ്ക്രീൻ റൈറ്റിംഗിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. നായകൻ നയിക്കുന്ന ആള് എന്നുള്ള നിലയ്ക്ക് ഹീസ് ലീഡിങ് ദ ഓഡിയൻസ് ത്രൂ ദ സ്റ്റോറി. ആ ഒരു ഇത് അങ്ങനെയല്ല. ഹീസ് പാർട്ട് ഓഫ് ഇറ്റ് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ കഥ പോകുന്നതും. അതിന്റെ ഒരു പുതുമയും ഫ്രഷ്നെസ്സും ഉണ്ട്. നമുക്ക് എന്നാ പ്രേക്ഷകനെ ആദ്യ പിടിപ്പിക്കുന്ന രീതിയിലുള്ളതല്ല, എന്നാ ആവശ്യമുള്ള ഇൻഫർമേഷൻ കുറേശ്ശെ കുറേശ്ശെ തന്നു പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചറിങ്ങിന്റെ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻ ഓർക്കുണ്ടോ? ഇവർക്ക് മൂന്ന് പേർക്കും കൃത്യമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇത് അപർണയുടെ സൈഡിൽ നിന്ന് ആലോചിച്ചാൽ ഇത് അപർണയുടെ കഥയാണ്, ആസിഫിന്റെ സൈഡിൽ നിന്ന് ആലോചിച്ചാൽ ആസിഫിന്റെ കഥയാണ്, വിജയരാഘവന്റെ സൈഡിൽ നിന്ന് ആലോചിച്ചാൽ അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെ ആംഗിളിലും കൃത്യമായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കഥ പറയുമ്പോൾ ഓരോ മൊമെന്റിലും നമുക്ക് ഓരോരുത്തരെ സംശയം തോന്നും, ഓരോരുത്തരുടെ സൈഡ് പോസിറ്റീവ് ആണെന്ന് തോന്നും. ടുവേർഡ്സ് എൻഡിലേക്കാണ് ഇതെല്ലാം സോൾവ് ആവുന്നത്. അപ്പോൾ അത് എഴുത്തിൽ തന്നെ അത് കൃത്യമായിട്ട് ഡിഫൈൻഡ് ആയിരുന്നു ആ സംഗതി. ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു എഡിറ്റ് ഉണ്ടാക്കി, ഈ ഡബിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എഡിറ്റ് ഉണ്ടാക്കി. അതിനുശേഷം കുറേ സമയം സ്പെൻഡ് ചെയ്തു. അതായത് ബാഹുലും ദിൻജിത്തും ഇരുന്ന് ഈ പറയുന്ന പോലെ യൂഷ്വൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ സീനുകൾ സാധാരണ രീതിയിലുള്ള പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ വർക്ക് ചെയ്തായിരുന്നു. ഇപ്പൊ പരമാവധി മാസ്റ്റർ ഷോട്ടുകൾ ഉപയോഗിക്കുക. മീൻസ് മാസ്റ്റർ ഷോട്ടുകളെല്ലാം ക്യാമറ മാക്സിമം കവർ ചെയ്ത് ലോങ് ഷോട്ടുകളായിട്ടാണ് പോയിരിക്കുന്നത്.
അപ്പോൾ പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ. അപ്പോൾ നമ്മൾ സാധാരണ സിനിമകളിൽ യൂസ് ചെയ്യുന്ന പോലെ ഓക്കെ ഷോട്ടുകൾ യൂസ് ചെയ്യാന്നുള്ള പരിപാടി ഇതിലില്ല. ഫുൾ ഫുട്ടേജ് കണ്ട്, അതായത് നമ്മളൊരു ഫസ്റ്റ് കട്ട് കഴിഞ്ഞതിന് ശേഷം ബാഹുലും ദിൻജിത്തും ഫുൾ റഷ് കണ്ട്, അതിൽ നിന്ന് പിന്നെ ബെറ്റർ പെർഫോമൻസുകളൊക്കെ എടുത്ത് അങ്ങനെ എഡിറ്റിംഗ് കുറച്ച് വലിയൊരു പ്രോസസ്സായിരുന്നു എൻ്റെ. ഈ പറഞ്ഞ ഷോർട്സിന്റെ കാര്യം പറയുമ്പോഴാണ് വിജയരാഘവന്റെ ക്യാരക്ടറിലേക്ക് വരുന്നത് ഇൻ ദ പ്രോസസ് ആണ്. അതായത് അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ, അതായത് തുടക്കത്തിൽ കാണിക്കുമ്പോഴും നമുക്ക് കൺവിൻസിങ് ആണ്. ആസ് എ പേഴ്സൺ, ആസ് എ ആർമി പേഴ്സൺ, അദ്ദേഹത്തിന്റെ മാനറിസംസ് ഒക്കെ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും. കൂടുതൽ അറിവിലേക്ക് വരുമ്പോൾ, ഞാനിത് ഇപ്പൊ റിലീസ് ആയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ ഇതിലേക്ക് കിടക്കാത്തത്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ആ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലും അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്ക്രിബിൾ ചെയ്ത് ഡിസ്കഷന്റെ സമയത്ത് എഡിറ്റിംഗിൽ ഇങ്ങനെ വരണം, അവിടെ പേസ് ഇങ്ങനെ വരണം, അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അല്ല, എഡിറ്റിംഗിൽ നമ്മൾ പേസ് ശ്രമിച്ചിട്ടുള്ളത് എന്താ പറയുക, കഥയ്ക്ക് സ്പീഡ് ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ ഇവരുടെ പെർഫോമൻസിലൊന്നും നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാനില്ല. കാരണം ഞാനത് എന്താ പറയുക, ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ദൃശ്യത്തിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ജിത്തു ജോസഫ് പറഞ്ഞ്, അതായത് ചെയ്ത സമയത്ത് പുള്ളിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ലാലേട്ടന്റെ പെർഫോമൻസ് ഇതാണോ അളവ് വേണ്ടതെന്നൊരു സംശയം ഉണ്ടായിരുന്നു നേട്ടന്റെ. അതുപോലെ ഈ കുട്ടേട്ടൻ വിജയരാഘവന്റെ സാറിന്റെ എന്താ പറയാ അഭിനയത്തിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതാണോ ഇതിന്റെ മീറ്റർ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന കൃത്യമായിട്ട് അഞ്ഞൂറാൻ പോലത്തെ ഒരു ക്യാരക്ടർ എന്നുള്ളതായിരുന്നു. പുള്ളി ആ മീറ്റർ അല്ല പക്ഷെ ചെയ്തേക്കണേ. ഒരുപക്ഷെ പുള്ളി അതാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പർപ്പസ്ഫുള്ളി ചെയ്തായിരിക്കും. അതല്ലെങ്കിൽ പുള്ളിക്ക് വായിച്ചപ്പോൾ മനസ്സിലായ വേർഷൻ ഇതായിരിക്കണം. അപ്പോ ചില സ്ഥലങ്ങളിൽ എന്താ പറയാ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് പുള്ളി ബിഹേവ് ചെയ്യണ ഒരു പൊടി നർമ്മം കലർത്തിയിട്ടാ പറഞ്ഞേങ്ങനെ. ആക്ച്വലി എഴുത്തില് ഇല്ല അങ്ങനെ ഒരു പുള്ളി തമാശ കലർത്തിയിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ക്യാരക്ടർ പുള്ളിക്ക് മനസ്സിലായത് അങ്ങനെയാണ് വേണ്ടത്. അത് പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞത്. നമ്മളത് പറയാൻ അർഹനല്ല ശരിക്കും. അങ്ങനെയല്ല വേണ്ടതെന്നോ അല്ലെങ്കിൽ ഇതാണെന്ന് പറയാൻ ആളല്ല. മൊത്തത്തിൽ എന്താ പറയാ, അതിന് ഭയങ്കര അപ്രീസിയേഷൻ ആണ് കേട്ടോ. പിന്നെ പുള്ളിയുടെ മാനറിസംസ്, ഇപ്പൊ അതിലൊരു മറ്റേ ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു സീനുണ്ട് ഡൈനിങ് ടേബിളിന്റെ അവിടെ. ഒന്നുമില്ല, പുള്ളി ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ പുള്ളി ചെയർ വെച്ചിട്ട് പുള്ളി രണ്ട് ചെയറിലേക്കും നോക്കിയിട്ട് അതിന്റെ ഡിസ്റ്റൻസ് കറക്റ്റ് ചെയ്തിട്ടൊക്കെ വെക്കുന്ന ഒരു സംഗതിയുണ്ട്. അതൊന്നും പറഞ്ഞിട്ടല്ലാന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിയുടെ ആ ക്യാരക്ടർ എക്സ്പീരിയൻസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പറയുന്നുണ്ടല്ലോ അദ്ദേഹം ആസ് എ ഓഫീസർ കുറച്ചും കൂടി പെർഫെക്ഷനിസ്റ്റ് ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ കൂടിയാണത്. വെരി ഗുഡ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടർ നമ്മൾ മുമ്പത്തെ വേറെ റെഫറൻസ് ഇല്ല, കഥയും റെഫറൻസ് ഇല്ല, കഥയുടെ അവതരണവും റെഫറൻസ് ഇല്ല, ഈ ക്യാരക്ടറും റെഫറൻസ് ഇല്ല. ഏറ്റവും കൂടുതൽ എനിക്ക് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നിയത് ഈ പറഞ്ഞ കുട്ടേട്ടന്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ മുൻപ് കണ്ടിട്ടുള്ള പല സിനിമകളുടെ അപേക്ഷിച്ച് ഇതിലും അത്ര ഇൻവോൾവ് ആയിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. അല്ല, അദ്ദേഹം മാത്രമല്ല, ഇപ്പൊ ആസിഫിനെ പറയുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ആസിഫിന്റെ ഈ അടുത്ത് വന്നതിൽ പെർഫോമൻസ് വൈസ് ഗംഭീര പെർഫോമൻസ് തന്നെയാണ്. ഇത്തരം റോളുകൾ അധികം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ആസിഫ്. വേറെ ഇത് പറയുമ്പോൾ ഒരു രസം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഋതുവിന് ശേഷം ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ട് ഏതൊരു ഫിലിം ഉണ്ട് തോന്നുന്നു. പക്ഷെ ഈ ഫേസ് ടു ഫേസ് ഇങ്ങനെ ഇത്രയും 15 വർഷങ്ങൾക്ക് ശേഷം നിഷാനും കൂടി വന്നിട്ടുള്ള ഒരു സീനുണ്ട്. നിഷാൻ തന്നെയായിരുന്നു ആദ്യം കാസ്റ്റ്. ഡയറക്ടറോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നാലും എനിക്ക് തോന്നുന്നു നിഷാൻ ലാസ്റ്റിൽ വന്നതാണെന്നാണ് എന്റെ തോന്നല്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതിനെ പറ്റി പറയാൻ. പക്ഷെ അതിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് അവരുടെ പെർഫോമൻസ് അത് രജിസ്റ്റേർഡ് ആണല്ലോ നമ്മുടെ മനസ്സിൽ. അന്നത്തെ ഒരു ന്യൂ ജനറേഷൻ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഫിലിമാണ്. ഇവരൊക്കെ പുതുതായിട്ട് വന്ന് അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയി. അതിനുശേഷം ഇപ്പോ ഒരു മെച്ചുവർ ക്യാരക്ടറിന് രണ്ടുപേരും ചെയ്യുന്ന ഒരു സാധനത്തിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അവർ രണ്ടുപേരും. പുള്ളി പിന്നെ കുറെ കാലത്തിന് ശേഷം വന്നതിന്റെ ഒരു ഫ്രഷ്നെസ്സും ഉണ്ട് അതില്. അപർണയുടെ ക്യാരക്ടറും അതെ. അപർണ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഹീറോ ക്യാരക്ടർ എന്ന് പറയാവുന്ന ശരിക്കും അപർണയാണ്. അതില് ഈ അഭിനയിക്കുന്ന പെർഫോമൻസിനെ കുറിച്ചാണ് എപ്പോഴും എനിക്ക് മനസ്സിൽ വരുന്നത്. അപ്പോൾ ആ കൂട്ടത്തില് അശോകേട്ടൻ, നമ്മൾ എത്രയോ നാളുകളായിട്ട് അശോകേട്ടനെ കാണുന്നത്, ഇതിലത്തെ ക്യാരക്ടർ വളരെ ശിവദാസൻ
നമുക്ക് അങ്ങനെ ഒരു അശോകേട്ടന എല്ലാവരും അതെ അവരാന്ന് തോന്നില്ല, ഈ ആക്ടേഴ്സ് ആണെന്ന് തോന്നില്ല. അവർ ഈ പറഞ്ഞ പോലീസ് ഓഫീസർ ആണെങ്കിൽ അങ്ങനെ, ഫോറസ്റ്റ് ഓഫീസർ ആണെങ്കിൽ അങ്ങനെ, അങ്ങനെയുള്ള രീതിയിലാണ് അതിനൊക്കെ കാണുന്നത്. അപ്പൊ ഈ അവരായിട്ടുള്ള ഇത് അവർക്ക് ഈ സബ്ജക്ട് പറയുമ്പോഴുള്ള സംഭവമൊക്കെ എന്തെങ്കിലും അറിയോ? ഇവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു വെച്ചാല്, ഏഹ്, അതായത് ക്ലീഷേ ആവരുത് എന്നുള്ളതായിരുന്നു. അതായത് ഇപ്പൊ ഒരു പോലീസ്, എന്താ പറയാ, പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസോ കാണിക്കുമ്പോൾ ഏഹ്, വളരെ നാച്ചുറൽ ആവണം എന്നുള്ളതായിരുന്നു. നമ്മൾ പലപ്പോഴും ഒരു സിനിമയുടെ റിപ്പീറ്റ് ആണ് മിക്കവാറും വരാറ്. പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരേപോലത്തെ മൂവ്മെന്റുകൾ. അപ്പൊ അതില്ലാതെ നമുക്കൊരു ഒറിജിനൽ സർക്കാർ ഓഫീസിൽ ചെന്നതുപോലെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നതുപോലെ തോന്നണമെന്നായിരുന്നു. അപ്പൊ അവിടുത്തെ അവരുടെ കോസ്റ്റ്യൂം പോലും പലർക്കും യൂണിഫോം ഇല്ല. അതൊക്കെ കുറച്ച് റിസർച്ച് ഉണ്ട് കേട്ടോ, ഏതൊക്കെ ആൾക്കാർക്ക് യൂണിഫോം ഇല്ലാതെ പോവാന്നൊക്കെ. അപ്പൊ നാച്ചുറൽ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ റിക്വയർമെന്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഉറപ്പായിട്ടും ആർട്ടിസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. പോലീസിന്റെ സ്ഥിരം ഭാഷകളോ ഒന്നും വേണ്ട. അതൊക്കെ മുന്നേയുള്ള തീരുമാനങ്ങളായിരുന്നു. പരമാവധി സാർ വിളികളൊക്കെ ഒഴിവാക്കാം എന്നൊക്കെ ഉള്ളതൊക്കെ ഏഹ്, നേരത്തെയുള്ള തീരുമാനങ്ങളായിരുന്നു. കൺവിൻസിങ് ആവില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് അത്രത്തോളം കൺവിൻസിങ് ആയിട്ട് പോകുന്നുണ്ട്. ഇത് അങ്ങനെ സംഭവിച്ചാൽ എന്താ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തയെ പോലും വരാത്ത രീതിയിലുള്ള കൺവിൻസിങ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഉം. അപ്പോ ഈ കാര്യങ്ങള് എപ്പോഴെങ്കിലും ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നു? അതായത് ഇതിങ്ങനെ ചെയ്താൽ കൺവിൻസിങ് ആവില്ലയോ, അല്ലെങ്കിൽ ഇത് ഓഡിയൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ആവില്ല, അങ്ങനെ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ ഫസ്റ്റ് ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്റർവെല്ലിന് എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി അസോസിയേറ്റ് ഡയറക്ടറാണ്, പുള്ളി വന്നിട്ട് പറഞ്ഞു, ഇത് എനിക്കൊരു സംശയമുണ്ട്, ഈ സിനിമയിൽ ഇങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല, ഞാൻ എന്ത് പറഞ്ഞാലും അത് സ്പോയിലർ ആവും. ഏഹ്, അപ്പോ അത് നിങ്ങൾ സെക്കൻഡ് ഹാഫ് കൂടി കണ്ടു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ പോലെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇൻസിഡൻസ് ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ ഒരു ഡീറ്റെയിലേക്ക് പോകാൻ പാടാണ്. ശരിയാണ്. ഇപ്പൊ സിനിമ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും നല്ല അതായത് ഇപ്പൊ രണ്ട് തരത്തിലുള്ള സിനിമകളാണ്. ഒന്ന് ഇപ്പൊ വന്നിട്ടുള്ള സ്വാഭാവികമായിട്ടും ഇത്തരം ഫെസ്റ്റിവൽസിന് വരുന്ന ഒരു ആളുകളെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ഷനും അത്തരം സിനിമകളൊക്കെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്, ഒപ്പത്തിന് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് സീരിയസ് സിനിമകൾക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും എസ്റ്റാബ്ലിഷ് ആവാൻ, അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ രജിസ്റ്റർ ആവാൻ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കുകളും കമന്റ്സും നല്ല ഇൻ ഫേവർ ടു കിഷ്കിന്ത കണ്ടു വന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്തതുപോലെ ചെയ്തേക്കാൾ ബെറ്റർ ആയിട്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു കണ്ടിട്ട്? അങ്ങനെ എന്തെങ്കിലും കമന്റ്സ് കണ്ടോ? കിട്ടുന്ന ഫീഡ്ബാക്സ് ഭയങ്കര, എന്താ പറയാ, ഇമോഷണലി ആണ് പലരും വിളിക്കുന്നത്. ചിലര് അച്ഛനെ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച ആൾക്കാരുണ്ട്. ഭയങ്കര, എന്താ പറയാ, ആൾക്കാർ കുറെ സമയം എടുത്തിട്ടാണ് പറയുന്നത്. സാധാരണ നന്നായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒന്നും അയക്കില്ല, ഫോണിൽ വിളിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം. പിന്നെ കുറച്ച് മറ്റേ, എന്താ പറയുക, എന്റെ പ്രൊഫഷനിൽ നിന്ന് തന്നെ, എഡിറ്റിംഗ് പ്രൊഫഷനിൽ നിന്ന് കുറെ പേര് വിളിച്ചായിരുന്നു. ഒരു 4-5 എഡിറ്റേഴ്സ് ഇന്നലെ തന്നെ ഫസ്റ്റ് ഷോ കണ്ടിട്ട് വിളിച്ചായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര, നമ്മളുടെ എന്താ പറയുക, ഇതേ പ്രൊഫഷനിൽ നിന്നുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ. അതുപോലെ ഇന്നലെ വൈകിട്ട് കണ്ടിട്ട് ആനന്ദേകർഷി വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എഡിറ്റിംഗിൽ ശരിക്കും പറഞ്ഞ കുറച്ച് പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പരീക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, ഈ ബാക്ക് സ്റ്റോറി പറയുമ്പോൾ അതിന്റെ ഇന്റർകട്ടുകൾ അധികം ഡയലോഗ് ഇല്ലാതെ കുറച്ച് മ്യൂസിക്കൽ പരിപാടികളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അത് എഡിറ്റ് ഫീൽ ചെയ്തില്ല എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളത്, എന്താ പറയാ, ഫോഴ്സ്ഫുള്ളി കഥ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല എന്നുള്ളത് പറയുന്നത് നമുക്ക് എന്താ ഭയങ്കര പോസിറ്റീവാണ് എന്തായാലും. ത്രില്ലേഴ്സ് പൊതുവെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതിന്റെ ഒപ്പം നമ്മൾ ചിന്തിക്കുകയും ഇതിന്റെ അപ്പുറത്തേക്ക് പാരലൽ സ്റ്റോറീസ് നമ്മൾ മനസ്സിലുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകാൻ തോന്നിയില്ല. കാരണം അങ്ങനെ ഒരു ആരും അതിനുവേണ്ടി പ്രഷറൈസ് ചെയ്ത് മുന്നോട്ട് വരുന്നില്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ എനിക്ക് തോന്നി. ഈ ഈ ഒരു ആളുകളെ സമാന്തരമായിട്ട് ചിന്തിക്കുന്ന രീതിയിലേക്ക് വിടാതെ കഥ പറയുന്ന അതിനെന്തെങ്കിലും ടെക്നിക് ഉപയോഗിച്ചിരുന്നോ? ഇല്ല, അത് ഈ പറഞ്ഞ പോലെ തിരക്കഥയുടെ ബലമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കഥയിൽ ആഡ് ഓൺ ഉണ്ടാവുന്നു. ഏഹ്, പിന്നെ സാധാരണ ത്രില്ലർ സിനിമകളുടെ പോലെ ഭയങ്കര സസ്പെൻസ് പരിപാടി എവിടെയും ക്രിയേറ്റ് ചെയ്യാനും ശ്രമിച്ചിട്ടില്ല. കാരണം ഇതൊരു ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ തലവൻ പോലത്തെ ഒരു അപ്രോച്ച്, ഭയങ്കര എന്താ പറയാ, ഹെവി പരിപാടികളൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ്
ഇപ്പൊ സിനിമ തുടങ്ങി ഒരു മൂന്നാമത്തെ സീനൊക്കെ എത്തുമ്പോഴേക്കും തന്നെ നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററിലേക്ക് എത്തും. ഞാൻ ഇന്നലെ എനിക്ക് കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ആദ്യം വന്ന റിവ്യൂകളിൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണ്, നിങ്ങൾ കഥയിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെയാണ് ആദ്യത്തെ റിവ്യൂകൾ വന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ക്രിസ്പ് ആയിരുന്നു ശരിക്കും. ഏർലിയസ്റ്റ് തന്നെ നമ്മൾ സ്റ്റോറിയിലേക്ക് ഇന്നാവുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണോ തോന്നിയെന്ന് അറിയില്ല. സ്ക്രിപ്റ്റിന് ഭയങ്കര ബലമുള്ള സ്ക്രിപ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആ നിലയ്ക്കൊക്കെ നോക്കും. ഇത് ഈ പറഞ്ഞ 2 വർഷത്തെ കാലഘട്ടത്തിൽ, ഐ മീൻ ഓഫ് കോഴ്സ് അതിനുശേഷം ഷൂട്ട് കഴിഞ്ഞു, പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ സംഭവങ്ങൾ നടക്കണം. ഈ ഈ സമയങ്ങളിലൊക്കെ ഇത് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കൺവിൻസിങ് ആവോ, അല്ലെങ്കിൽ അങ്ങനെ ഇത് തോന്നലുണ്ടായി. ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ അത്. ഓൾറെഡി ബേസിക് സ്ക്രിപ്റ്റ് ഇതിനേക്കാൾ വലുതായിരുന്നു, ഇതിനേക്കാൾ സ്ട്രോങ് ആയിരുന്നു ശരിക്കും. അതിനെ കുറച്ച് എന്താ പറയാ ചെറുതാക്കുക ചെയ്തിരിക്കുന്നത്. കാരണം അത്രയും ഇന്റൻസിറ്റിയിലും അത്രയും വലിപ്പത്തിലും പറഞ്ഞാല് ഇത് വളരെ വലിയ സിനിമയാവും. അപ്പോ അതെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു ശരിക്കും. ഇതിനേക്കാൾ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിന്. ആനന്ദ് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? അല്ല, ആനന്ദ് ഭയങ്കര എന്താ പറയാ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിച്ചത്. ഞാൻ അതിന് മുന്നേ ഗോവയിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു, പക്ഷെ അങ്ങനെ ഓർക്കാനുള്ള പരിചയമില്ല. അത് ഞാൻ ഇന്നലെ കണ്ടപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, ബാഹുലിനെ അവർ ഓൾറെഡി പരിചയമുണ്ട് നേരത്തെ. പുള്ളി ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. പുള്ളി ഇന്ന് എന്നിട്ട് അത് ഓൺലൈനിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഭയങ്കര കണിശാച്ചനാണ്. എനിക്ക് ഇന്ന് തന്നെ എന്റെ വാതിൽ ശരിയാക്കി കിട്ടണം. അത് നീ പെരുന്തച്ഛനെ വിളിച്ചാലും തിരക്കിട്ടില്ല. നീ അച്ഛൻ്റെ റൂമിൽ കയറിയ ഒരേ സമയം കൗതുകവും അതിലേറെ ഭീതി ഉണർത്തുന്നതുമായ വാർത്തയാണ് കല്ലേപ്പത്ത് റിസർവ് ഫോറസ്റ്റിൽ നിന്നും വരുന്നത്. കാണുന്നവര് ഇത് എന്തായാലും തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം എന്നുള്ള റിക്വസ്റ്റ് ആണ്. ആക്ച്വലി OTTക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്, തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം ഉറപ്പായിട്ടും. പിന്നെ ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോ പറഞ്ഞു, അദ്ദേഹം നന്നായിട്ട് സിനിമ കാണുന്ന ആളാണ്, കടുത്ത മമ്മൂട്ടി ആരാധകനാണ്. അപ്പൊ ആള് എല്ലാ സിനിമയും കണ്ടിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോ ഞാൻ ഇതുവരെ മമ്മൂട്ടി സിനിമ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി ഉണ്ട് പുള്ളിക്ക്. സൂര്യ എങ്ങനെയെങ്കിലും ഒരു മമ്മൂട്ടി സിനിമ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളിയോട് ഞാൻ പറഞ്ഞ സാധനം, നിങ്ങൾ സിനിമ കാണും. പുള്ളി മാർക്കറ്റിംഗിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പുള്ളി പകലൊക്കെ 2 മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഉള്ളപ്പോഴൊക്കെ പോയി സിനിമ കാണാം. ഞാൻ പറഞ്ഞു, ദയവ് ഇത് അങ്ങനെ കാണരുത്. ഈ സിനിമ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫാമിലിയുടെ കൂടെയോ അതല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സമയത്ത് കാണണം. കാരണം അറ്റൻഷൻ ആവശ്യമുള്ളൊരു സിനിമയാണ്. ഇപ്പൊ ഇടയിൽ ഒരു ഫോൺ കോളൊക്കെ വന്ന് നമ്മളുടെ ഒരു 2-3 മിനിറ്റ് പോയാൽ പോലും ചിലപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അപ്പൊ എല്ലാവരോടുള്ള ഒരു റിക്വസ്റ്റ് അതാണ്, എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എല്ലാവർക്കും. ഓണം അടിപൊളിയാവട്ടെ. എല്ലാ ആശംസകളും. നമ്മൾ ഉടനെ വീണ്ടും കണക്ട് ചെയ്യും. ഒരുപക്ഷെ മമ്മൂട്ടി സിനിമയുടെ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ദീർഘമായിട്ട് സംസാരിക്കാം. ഓക്കെ.